ഭാഷയെക്കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഈ ഭാഷ എങ്ങനെയാണ് ആർജിച്ചത് എന്നൊരു ചോദ്യം എല്ലാവരുടെ മനസ്സിലുണ്ട്. അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ കർണാടകയിൽ പോയിട്ട് ഹിന്ദിയിൽ സംസാരിച്ചു, എന്നാൽ MP ആയിട്ടുള്ള ഒരാൾ അവിടെ സംസാരിക്കാൻ സ്ട്രഗിൾ ചെയ്തത് കണ്ടു. ഭാഷ എന്ന് പറയുന്നത് ഒരു പൊളിറ്റിക്കൽ ഒരു ടൂൾ കൂടിയാണ്. അതായത് നമ്മൾ കമ്മ്യൂണിക്കേഷന് വേണ്ടി പ്രത്യേകിച്ചും ഉത്തരേന്ത്യൻ പൊളിറ്റിക്സിൽ ഇടപെടുമ്പോൾ അതൊരു പ്രധാന ഘടകമാണ്. അപ്പോൾ ഷിബുവിന് എങ്ങനെയാണ് ഇത്രയും ഭാഷകൾ കൈകാര്യം ചെയ്യാനുള്ളൊരു ശേഷി ലഭിച്ചത്? ഞാൻ സാറിനോട് പറഞ്ഞു ബിസിനസ് ചെയ്തിരുന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ CPM ഒക്കെ വിട്ട് കഴിഞ്ഞപ്പോൾ പണം ഉണ്ടാക്കുന്ന പറഞ്ഞൊരു ലാൽ സലാമിലെ നെട്ടൂർ സ്റ്റീഫനെ പോലെ ആയിത്തീരണം എന്ന് വിചാരിച്ചിട്ട് ബിസിനസ് ചെയ്യുന്നു. ബിസിനസ് ആദ്യം നല്ല സമയത്തൊക്കെ നന്നായി പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്തിരുന്ന ബിസിനസ് ഈ പ്ലൈവുഡ്, ഞങ്ങളുടെ പെരുമ്പാവൂർ പ്ലൈവുഡ് നിർമ്മാണത്തിന് ഇന്ത്യയിൽ തന്നെ പേര് കേട്ടൊരു സ്ഥലമാണ്. ഈ പ്ലൈവുഡ് റൈപ്പൂർ, ബോംബെ, ഹൈദരാബാദ് തുടങ്ങിയ മാർക്കറ്റുകളിലേക്കൊക്കെ പിന്നെ കൊണ്ടുപോയി ലോഡ് കണക്കിന് സെയിൽ ചെയ്യുന്ന ബിസിനസ് ആയിരുന്നു. അങ്ങനെ നമ്മൾ ആ ബിസിനസ്സിൻ്റെ ഭാഗമായി ഇടയ്ക്ക് പോകും വരും. അങ്ങനെ ഹിന്ദി നമ്മൾ നിരന്തരം സംസാരിക്കാൻ നമ്മൾ നിർബന്ധിതനായി. എന്നാൽ നമ്മൾ പറയുന്നത് വളരെ കൊളോക്കിയൽ ഒരു ഹിന്ദിയാണ്. അങ്ങനെ ഞങ്ങൾ ആഴ്ചയിലൊക്കെ അവിടെ പോയി കിടക്കുമ്പോൾ നമ്മൾ ഈ പൊളിറ്റിക്സ് അവിടെയും വായിക്കാൻ ഇഷ്ടമാണ്. ഹിന്ദി എനിക്ക് വായിക്കാനറിയാം. ഞാൻ അവിടുത്തെ ഈ രാഷ്ട്രീയ പ്രസിദ്ധീകരണങ്ങൾ നമ്മുടെ ഇന്ത്യ ടുഡേയുടെ ഒക്കെ എല്ലാത്തിൻ്റെ ഹിന്ദി വെർഷനുകൾ വായിച്ച് ലാംഗ്വേജ് കുറച്ചും കൂടി വൃത്തിയായി. ധാരാളം ഹിന്ദി സിനിമകൾ കാണുമായിരുന്നു. അങ്ങനെ തരക്കേട്ടാൽ ആളുകൾക്ക് കാര്യം മനസ്സിലാവുന്ന, നിങ്ങൾ പറഞ്ഞ ആളുകൾ ട്രോളാത്ത ഒരു ഹിന്ദി നമ്മൾ പഠിച്ചിരുന്നു. അപ്പോൾ ഇതിനിടയ്ക്ക് ഉണ്ടായൊരു സംഗതി എന്താണെന്ന് വെച്ചാൽ, ഈ ഹിന്ദി പഠിക്കുന്നതിൻ്റെ ആനുപാതികമായി തന്നെ ഈ കച്ചവടം നല്ല വൃത്തിക്ക് അങ്ങോട്ട് പൊട്ടി. ഒരു 10-70 ലക്ഷം രൂപയെങ്കിലും നമ്മൾ ബാധ്യത ഉണ്ടാക്കി വെച്ചു. ഇടയ്ക്ക് ഉപ്പയും ഞാനും കൂടി പണിതൊരു വീടൊക്കെ ഈ കച്ചവടത്തിൻ്റെ ലാഭം സെറ്റിൽ ചെയ്യുന്നതിൻ്റെ ഭാഗം ലാഭം കിട്ടിയത് ഭാഷ പഠിച്ചു ആകെ എന്താ. അപ്പോൾ ഞാൻ എൻ്റെ ബാബു നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ചോദിക്കും നിങ്ങൾ എങ്ങനെയാന്ന് പറഞ്ഞാൽ, നിങ്ങളൊക്കെ ഹിന്ദി 10 പൈസ ചിലവില്ലാത്ത ഹിന്ദിയാണ്. എൻ്റെ ഹിന്ദി എന്ന് പറഞ്ഞാൽ ഞാനൊരു 10-20 ലക്ഷം റുപ്യ ചിലവാക്കി പഠിച്ച ഹിന്ദിയാണ്. അതുകൊണ്ട് എൻ്റെ ഹിന്ദിക്ക് ഇത്തിരി ഇത് കൂടി ഞാൻ തമാശക്ക് പറയാം. ഇന്ത്യയിൽ ആരും ഭാഷ പഠിച്ചിട്ടുണ്ടാവില്ല. അങ്ങനെ ചിലവേറിയൊരു ഭാഷയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കുറച്ച് എക്സ്പെൻസീവ് ആണ്. മുസ്ലിം ലീഗിലേക്ക് വരുമ്പോൾ ദേശീയ രാഷ്ട്രീയത്തിലാണ് ഷിബു മീരാനൊരു പ്ലേസ്മെന്റ് കിട്ടിയത്. അതെ അതെ. അപ്പോൾ അതിനൊരു കാരണം ഈ ഭാഷ തന്നെയായിരുന്നു? തീർച്ചയായിട്ടും. ഞാൻ ലീഗിൽ വന്നെങ്കിലും ഇടയ്ക്കൊക്കെ വല്ലപ്പോഴും ഒരു പൊതുയോഗത്തിനൊക്കെ പോകുന്ന അധികം ആരും അറിയാത്ത ഒരാളായിരുന്നു. പിന്നീടാണ് 2016 ഒരു ചെറിയ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ഒരു ഹരിത യുവനം എന്നാണ്. അവർ നോർത്ത് ഇന്ത്യയിൽ ഒരു റിലീഫ് നടത്തുന്നതിൻ്റെ ഭാഗമായിട്ട് അവർ കുറച്ച് തയ്യൽ മെഷീനുകൾ, പിന്നെ ബനാത്വാല സാഹിബിനും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഒരു 30 സ്ത്രീകളുടെ പങ്കെടുക്കുന്ന ഒരു സ്റ്റിച്ചിങ് യൂണിറ്റ് പിന്നെ ഒരു ഉണ്ടാക്കാൻ തീരുമാനിച്ചു നാഗ്പൂരിൽ. അപ്പോൾ അതിൻ്റെ കോർഡിനേഷൻ ഞാനന്ന് അവിടെയൊക്കെ പോയാൽ പരിചയമുള്ളതാണ്, അവരെ എന്നെയാണ് ഏൽപ്പിച്ചത്. അവിടെ പോയി ഞാനതിൻ്റെ ഗുണഭോക്താക്കളൊക്കെ കണ്ടെത്തി തിരിച്ചുവിടെ വന്ന് ആ പണം കൈമാറുന്ന ചടങ്ങ് നടക്കുന്നത് പാണക്കാട് മുനോർത്തങ്ങളെ വീട്ടുമുറ്റത്ത് വെച്ചാണ്. അന്നപ്പോൾ ഈ പൈസ ഏറ്റുവാങ്ങാൻ ഈ മഹാരാഷ്ട്ര എന്നുള്ള ആളുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ 2 കൂട്ടർക്കും മനസ്സിലാവുന്ന രൂപത്തിൽ ഈ കാര്യങ്ങളൊന്ന് അവതരിപ്പിക്കാൻ എന്നെ ചുമതലപ്പെടുത്തി മുനോർത്തങ്ങളും സുബേർക്കാൻ അവിടെ ഉണ്ട്. സുബേർക്കാണ് പൈസ പരിപാടി പങ്കെടുത്ത ഒരാൾ. അന്ന് ഞാനൊരല്പസമയം സംസാരിച്ചിട്ടാണ് ഈ ലാംഗ്വേജ് വശമുണ്ടെന്നുള്ളത് നേതാക്കൾക്ക് ബോധ്യമാണ്. പിന്നീട് ബാംഗ്ലൂരിൽ യൂത്ത് ലീഗ് ദേശീയ സമ്മേളനം നടന്നപ്പോൾ ഈ വടക്കേ ഇന്ത്യയിൽ നിന്നുള്ള പ്രതിനിധികളൊക്കെ ക്ഷണിച്ചെത്തിക്കാനും അവരുടെ കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യാനൊക്കെ എന്നെ ചുമതലപ്പെടുത്തി. അന്ന് തിരഞ്ഞെടുത്ത കമ്മിറ്റിയിൽ ഈ ഭാഷ ഉള്ളത് കൊണ്ട് എക്സിക്യൂട്ടീവ് മെമ്പറായി ഉൾപ്പെടുത്തി. അവിടെ നിന്നാണ് പിന്നീട് യൂത്ത് ലീഗ് ദേശീയ കമ്മിറ്റിയിൽ ഇവരുടെ ഒരു ടീമിൻ്റെ ഭാഗമായിട്ട് ഞാൻ വരുന്നത്.